ഹായ് ഓൾ, സൺഡേ മോർണിംഗ് ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ സ്പെഷ്യൽ ഐറ്റം എന്നല്ലേ? ഗോതമ്പ് പുട്ട്. ഗോതമ്പ് പുട്ടിനകത്ത് ഇത്ര സ്പെഷ്യൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗോതമ്പിനൊരു പ്രത്യേകത, ഈ ഗോതമ്പ് തവിടോടുകൂടി നമ്മൾ മില്ലിൽ നിന്നും പൊടിച്ച് കിട്ടുന്നതാണ്. 1 കിലോയ്ക്ക് 85 രൂപയാണ് ഇവിടെ. ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റും ഗുണവും ഉള്ളതാണ് ഈ തവിടോടുകൂടി നമ്മൾ ഗോതമ്പ് പൊടിച്ച് കിട്ടുന്നത്. ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ വേണമെന്നേ ഉള്ളൂ. പുട്ടുപൊടിയുടെ പരുവം എല്ലാവർക്കും അറിയാമല്ലോ. കയ്യിൽ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുണ്ടിരിക്കണം, പൊടിച്ചിടുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു പോകണം. ഇതാണ് പുട്ടുപൊടിയുടെ പരുവം. ഇനി നമുക്കിത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു പ്രാവശ്യം പൊടിക്കുന്നതിനകത്ത് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം. അന്നേരം നല്ലതുപോലെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഏത് പുട്ടും സോഫ്റ്റ് ആവാനുള്ള ഒരു ട്രിക്കാണ്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയൊരു ചിരട്ടയുടെ കൂട്ടുള്ള സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ആവി പറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് തന്നെ ഒരു കറിയും കൂടാതെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. നമുക്കിന്ന് 2 പഴം കൂടെ എടുക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അമക്കി കാണിക്കാം. ഇത്രയ്ക്ക് സോഫ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട.